നമസ്കാരം. ദിനചര്യടവും ആരംഭിക്കുകയാണ്. ഹൈക്കമാൻഡിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടി ഉടനെ എങ്ങാനും ഇണങ്ങുമോ? തുടർച്ചയായി ശാസനകൾ ഏറ്റുവാങ്ങുന്ന വി.എസ്. അച്യുതാനന്ദൻ പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുമോ? എതിരഭിപ്രായമുള്ളവരെയെല്ലാം പാകിസ്ഥാനിലേക്ക് വിടുന്ന അസുഖം ബി.ജെ.പി. നേതാക്കൾക്ക് ഈ അടുത്ത കാലത്തെങ്ങാനും മാറുമോ? കുട്ടികളുടെ ഫീസ് വാങ്ങി അവരുടെ തന്നെ കൂമ്പിനിടിക്കുന്ന ഇടിമുറികൾ സ്വാശ്രയ കോളേജുകൾ പഠനമുറികളാക്കി ഉടനെ എങ്ങാനും മാറ്റുമോ? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ദിനചര്യടവുമിന് മുന്നിൽ ഇങ്ങനെ തിത്തേപ്പാടി നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആരംഭിക്കാം. ചിരിക്കാൻ എല്ലാവർക്കും മടിയാണ്, ചിരിപ്പിക്കാൻ അതിലേറെ കഷ്ടപ്പാടുമാണ്. എന്നാൽ ചിരി തുടങ്ങിയാലോ? ഇപ്പോൾ ദേശീയ ചിരിദിനം നടക്കുകയാണ്. എല്ലാം ഒരു ചിരിയിൽ ഒതുക്കുന്നവരെ കണ്ടോളൂ. സമൂഹത്തിലെ മുഴുവൻ ദുരിതങ്ങളും ഓർത്ത് സങ്കടപ്പെടുന്നത് കൊണ്ടാകണം ഇടതുപക്ഷക്കാർക്ക് അങ്ങനെ എങ്ങോട്ട് ചിരിക്കാൻ പറ്റില്ല. എങ്കിലും അന്യം നിന്നു പോകുന്ന അവരുടെ ചിരികൾ കാണേണ്ടതാണ്. ഒന്ന് ചിരിച്ചേ. അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. ഇത് കിട്ടണം. പരുക്കലാ. ഇനി കതറിട്ട ചിരികളാണ്. അതൊക്കെ രാവിലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഊരി മാറ്റും. എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതങ്ങനെ. നമുക്കെല്ലാം ചിരിച്ചുകൊണ്ട് ചതിക്കുന്നതിൽ എക്സ്പെർട്ടുകളാണ്. അത്ര തന്നെ. എന്താ ചെയ്യാ? ശരി, പറഞ്ഞില്ലല്ലോ. അടിപൊളി. ഭയങ്കരം തന്നെ. ഇനി ഇവരെയെല്ലാം ചിരിപ്പിക്കുന്ന കൊലച്ചിരിയുമുണ്ട്. എന്തിനാ എന്നെ ഇങ്ങോട്ട് വേദനിപ്പിക്കണേ? പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ദേശം, ഭാഷ, വർഗം, മതം, ജാതി തുടങ്ങിയ കലാപരിപാടികളിൽ ചാരി നിന്നുകൊണ്ട് മറ്റൊരാളുടെ മെക്കിട്ട് കയറുന്ന കപട രാജ്യസ്നേഹികളുടെ തള്ളലുകൾ സജീവമാകുന്ന കാലമാണിത്. ആരൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് കുറച്ചുപേർ തീരുമാനിക്കുന്ന സുന്ദര സുരഭിലമായ കാലം.
ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടാകണം നമ്മുടെ പ്രധാനമന്ത്രി ഉള്ള വിദേശ രാജ്യങ്ങളെല്ലാം ഇങ്ങനെ വാശിയോടെ സന്ദർശിക്കുന്നത്. കാശുള്ളവർക്ക് ഏത് വിദേശ രാജ്യത്തും പോകാം. എന്നാൽ ആ വഴിക്ക് പൊക്കോണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. തെക്കിനിയിൽ നിന്നിറങ്ങിയ കാരണവര് എവിടെയും പോയിട്ടില്ല. കൊട്ടി ഉറക്കല്ലേ, ഞാൻ ഉണർന്നിരിപ്പുണ്ട്. ATM-ലും ബാങ്കിനും മുന്നിലും ക്യൂ നിൽക്കുന്നവർ പ്രധാനമന്ത്രിയെ സ്മരിച്ച് അച്ചാദിന് വിളിക്കുന്ന കാഴ്ച കണ്ട് മടുത്തതോടെയാണ് കേരളത്തിലെ BJP നേതാക്കൾക്ക് മറ്റൊരു ബുദ്ധി ഉദിച്ചത്. 50 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കുമെന്ന് അവകാശപ്പെട്ട പ്രധാനമന്ത്രിയും 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ എല്ലാവരും എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ K. സുരേന്ദ്രനുമൊക്കെ നാവിറങ്ങിപ്പോയ സമയത്ത് നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നടത്തുന്ന ഒരു കുബുദ്ധിയാണിത്. 2000 രൂപ എന്ന പൊതിയാത്തേങ്ങയുമായി നിൽക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ ദേശീയത എന്ന പെട്ടെന്ന് വേകുന്ന പരിപ്പ് ഇറക്കിയുള്ള കളി. ദേശീയ ഗാനത്തെ സ്വന്തമായി എടുത്ത് പോക്കറ്റിലിട്ടു. എതിർക്കുന്നവരുണ്ടെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുന്ന ദുർബുദ്ധി. അതാണ് 2 ആഴ്ചയായി BJP നേതാക്കൾ ആഞ്ഞു പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അല്പം വർഗീയതയിലേക്ക് കൊണ്ടുവന്ന് ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ ത്രാണിയില്ലാത്ത നേതാക്കൾ മാങ്ങയുള്ള മാവിലേക്ക് കല്ലെറിയുന്ന കാഴ്ച. ചാണകത്തിൽ ചവിട്ടിയവന്റെ ചമ്മൽ മാറാൻ അമേദ്യത്തിൽ തലകുത്തി നിൽക്കുന്നവന്റെ അഭ്യാസം. അതായിരുന്നു സാഹിത്യ സാംസ്കാരിക നായകരോട് രാജ്യം വിട്ടോളൂ എന്ന് ഉദ്ഘോഷിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. സ്വന്തം ദേശസ്നേഹത്തിൽ കലർപ്പുള്ളവരിൽ മാത്രം കണ്ടുവരുന്ന പല അസുഖങ്ങളും ഇവരിൽ കണ്ടു തുടങ്ങിയത് സ്വന്തമായി ഒരു സീറ്റ് നൽകാൻ ജനങ്ങൾ അവസരം നൽകിയപ്പോഴാണ് എന്നുള്ളതും നിർഭാഗ്യകരമാണ്. അതെ, ജനാധിപത്യത്തിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ജനകീയ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചാൽ ആപ്പിനിടയിൽ പോയ കുരങ്ങന്റെ വാലി പോലെയാകും കാര്യങ്ങൾ. അരിവേകാത്തവന്റെ വീട്ടിൽ ആദർശം പറഞ്ഞവരുടെ ഗതി എല്ലാവരും ഓർത്താൽ നന്ന്. ഇപ്പൊ തിരൂരില് ഈ തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ പോയിട്ട് എന്തിനാണ് ഈ കിളിനാദം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ആകെ താറുമാറായിരിക്കും. ഡൽഹിയിൽ നിന്ന് ആളുകൾ പറയുന്നു ഇനി നിങ്ങളൊക്കെ പ്ലാസ്റ്റിക് മതി, പണം വേണ്ട, പ്ലാസ്റ്റിക് മതി. ശരിയാണ്, ചില രാജ്യങ്ങളിൽ പ്ലാസ്റ്റിക് മണിയാണ്, അമേരിക്കയിലും മറ്റും ഉള്ളത്. നമ്മളിനി അതൊക്കെ പഠിച്ചു വരണം. ഇപ്പൊ സേതുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു, അദ്ദേഹം വലിയൊരു സാമ്പത്തിക വിദഗ്ധനാണ്. മോഹനവർമ്മയെ പോലുള്ള ആളുകൾ പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാകും, അവരൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല. വളരെ സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയുണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. എന്തിനാണ് അദ്ദേഹം ഇപ്പൊ തിരൂരിൽ ഈ തുഞ്ചത്താചാര്യന്റെ മണ്ണിൽ പോയിട്ട് എന്തിനാണ് ഈ കിളിനാദം നടത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെ പ്രീതിപ്പെടുത്താനാണ്? MTക്ക് മറ്റാരെപ്പോലെയും അവകാശമുണ്ടല്ലോ അഭിപ്രായം പറയാൻ. പറയുന്നതിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യാൻ ഒരു പാർട്ടിക്കും അധികാരമില്ല. MG വാസുദേവനെ BJP അവഗണിച്ചിട്ടൊന്നുമില്ല. MG വാസുദേവൻ അഭിപ്രായം പറഞ്ഞു, അതിൽ BJPക്കുള്ള അഭിപ്രായം പറഞ്ഞു. അങ്ങനെ നിരവധി ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ നാട്ടിലും രാജ്യത്തിലുമുള്ള ജനങ്ങളിലാകെ ഉണ്ടായ പ്രതികരണം, അതിന്റെ മൂർത്തീകരണമാണ് MTയുടെ വാക്കുകളിലൂടെ വന്നത്. MG വാസുദേവൻ നേരായതുകൊണ്ട് ആരും അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ട്. RSSകാർ ചാടി വീഴുകയാണ്. എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി നിങ്ങൾക്കറിയാവുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചൊന്നും അറിയണ്ട കേട്ടോ, ഈ നാട്ടിൽ ജീവിച്ചാൽ മതി. ആ ജീവിക്കുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ദുരനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്താൻ ആളുകൾക്ക് കഴിയും. എന്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ദേശീയ ഗാനത്തിനെതിരായിട്ട് ഒരു രീതിയിലും പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു രീതിയിലും അതിനെതിരെ ഇവിടെ സംസാരിച്ചിട്ടുമില്ല. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തവരെ ഞങ്ങളുടെ അനുവാദമില്ലാതെ പോലീസ് അകത്ത് കയറി
അറസ്റ്റ് ചെയ്തതിൻ്റെ അത് ദൗർഭാഗ്യകരമായി പോയെന്ന് മാത്രമേ ഞാനൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളൂ. ദയവ് ചെയ്ത് ദേശസ്നേഹം അവരുടെ കുത്തകയാണെന്ന് കരുതരുത്. അത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. ആരും നെറ്റിയിൽ ഒട്ടിച്ച് നടക്കേണ്ട കാര്യമില്ല ദേശസ്നേഹം. എല്ലാറ്റിനും തലേ തളം വെക്കേണ്ട നേരമായി. കമൽ എന്ന് പറയുന്ന ആരാ? എനിക്ക് തോന്നുന്നു SDP അതുപോലുള്ള തീവ്രവാദ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കമൽ. കാരണം കമല് പിണറായി വിജയൻ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപടി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഈ ബോർഡ് ചെയർമാൻ സ്ഥാനം കിട്ടിയത്. കമലിൻ്റെ ബോർഡ് ചെയർമാൻ്റെ യോഗ്യത എന്താ? നരേന്ദ്രമോദിയെ നരഭോജി എന്ന് വിളിച്ചതാണ് യോഗ്യത. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ദേശീയ ഗാനം പാടാൻ വേണ്ടി ആളുകൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടയോ എന്ന് ശങ്കയുള്ള ആളാണ് കമൽ. കമലിനെ പോലുള്ള ആളുകൾ സത്യത്തിൽ പറഞ്ഞാൽ കമലിനൊക്കെ ഈ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാജ്യം വിട്ടു പോകണമെന്ന് എൻ്റെ അഭിപ്രായം. കൊട്ടി ഉറക്കല്ലേ, ഞാൻ ഉണർന്നിരിപ്പുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചവനാണ്. എൻ്റെ മണ്ണ്, ഞാൻ പിറന്നു വീണത് ഈ ഭൂമിയിലാണ്. അവിടെ ഒരാളെയും പാകിസ്ഥാനിലേക്കും അമേരിക്കയിലേക്കും പറഞ്ഞുവിടാൻ അങ്ങനെ നാട് കടത്തിക്കളയാന്ന് പറഞ്ഞ ഫാസിസം അത് നടക്കില്ല. നാട് വിട്ട് അമേരിക്കയിലേക്ക് വരാൻ തയ്യാറായിരിക്കുന്നവരൊക്കെ കൈവക്കൂ. ഭാരതം എന്നാൽ കേൾക്കണം, അമേരിക്കയിലേക്ക് ചവിട്ടി തള്ളാൻ. ഇത് പ്രതിഷേധമല്ല, എൻ്റെ ഒരു പ്രതിരോധമാണ്. ഇത് വേറെ അണ്ടർവെയർ. ബ്രിട്ടീഷുകാരൻ്റെയും അമേരിക്കക്കാരൻ്റെയും അണ്ടർവെയർ വെച്ചിട്ട് ഇങ്ങനെ സുഖിക്കുക. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?